രാവിലെ ഞാൻ എണീറ്റു, ഇതാ ബ്രഷ് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അവർ എണീറ്റിട്ട് പോലും ഇല്ല. ഒരുപാട് പ്രാവശ്യം വിളിച്ചു, ഒരു രക്ഷയില്ല. അവസാനം എങ്ങനെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കോയമ്പത്തൂരിലേക്ക് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യാൻ. ഞങ്ങളത് ടോളെത്തി. ടോള് കഴിഞ്ഞു. പാലക്കാട് വാളയാറ് ചെന്നു. കേരളത്തിൻ്റെ ബോർഡർ എത്തി. വാളയാറ് കുറച്ച് കഴിയുമ്പോഴേക്ക് രണ്ടാളും ഫ്ലാറ്റായി ഉറങ്ങാൻ തുടങ്ങി. രണ്ടാളും ഉറങ്ങി. ആ മല കണ്ടോ? ആ മലയുടെ മുകളിലൊരു അമ്പലമുണ്ട്. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. അതെല്ലാം കയറിയിട്ട് വേണം ആ മലയുടെ മുകളിലുള്ള അമ്പലത്തിലെത്താൻ. ഇതുവരെ പോയിട്ടില്ല. ഇങ്ങനെ പോകുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ കാണാറുണ്ട്. പോകണമെന്ന് എപ്പോഴും വിചാരിക്കും, പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്വീകരിക്കാൻ നിൽക്കുന്നത് ചേച്ചിയാണ്. അത് ആദീഷ്, ഏട്ടൻ്റെ മോനാണ് ആദീഷ്. കയറിയ അവിടെ തന്നെ തുടങ്ങി കേട്ടോ. പടക്കം പൊട്ടിക്കൽ തുടങ്ങി. ആ വലിയ ചന്ദനത്തിലൊക്കെ പിടിച്ച് ആദ്യമൊക്കെ നല്ല പേടിയായിരുന്നു. പിന്നെ പേടിയൊക്കെ മാറി. ചെറിയ ചീനിപ്പടക്കം പോലത്തെ ഇല്ലേ, അത് ആദ്യം പൊട്ടിക്കലായിരുന്നു. പിന്നെ അത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴൊക്കെ ആ പേടിയെല്ലാം മാറി. ഇനി നവീകരിക്കുന്ന വരുന്നത് വരെ പടക്കം പൊട്ടിക്കൽ തന്നെയായിരുന്നു. இத்தனை சமையல் யாரும் பேடிக்கல அப்புறம் தெரியல இதெல்லாம் சமையல் அப்படியா பிடிச்சு பிடிச்சு எவ்வளவு சிறியடி பேஜ் அப்புறம் வரடா அண்ணா രണ്ടാളും കൂടി വീഴണ്ട ഉടനെ കടി. അത് റോക്കറ്റാണ് കേട്ടോ. ആ റോക്കറ്റ് വെച്ചത് എവിടെ പോയി എന്ന് പോലും അറിയില്ല. അത് എങ്ങോട്ടോ പോയി. മുകളിൽ പോയിട്ട് അത് അടുത്ത വീട്ടിലേക്കാണ് തോന്നുന്നു. കാണുന്ന പോലും എങ്ങോട്ടോ പോയി. ഒരുപാട് ഇഷ്ടാവാൻ നിന്നില്ല. ഞങ്ങൾ 5:30 ആകുമ്പോഴേക്ക് തന്നെ ഇറങ്ങി. രണ്ടുപേരും കളിച്ച് രാവിലെ മുതൽ കളി തന്നെയായിരുന്നല്ലോ. പടക്കം പൊട്ടിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും എല്ലായിരുന്നു. രണ്ടാളും കയറിയ പാടെ തന്നെ ഫ്ലാറ്റായി ഉറക്കാൻ തുടങ്ങി. നാളെ ക്ലാസ്സും ഉണ്ട് ഇവർക്ക്. അപ്പോൾ അത് കാരണം അവിടെ നിൽക്കാനും പറ്റില്ല. പിന്നെ ബ്ലോക്ക് ഉണ്ടാവുമെന്നൊരു ഡൗട്ടുണ്ടായിരുന്നു. അപ്പം നേരത്തെ ഇറങ്ങി. അധികം ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് മഴയുണ്ടായിരുന്നില്ല. ഹോട്ടൽസൊന്നും ഉണ്ടായിരുന്നില്ല കോയമ്പത്തൂർ. പിന്നെ പാലക്കാട് എത്തി എല്ലാവരും റോസ്റ്റ് കഴിച്ചു. ഈ ദീപാവലി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വ്ളോഗായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.